റൈറ്റ് സെക്ഷൻസ് നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഇത് നമ്മളവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഡൊമെയിൻ ഓഫ് സീക്ക് സ്ക്വയർ 2x അത് ഞാൻ നല്ലതാണ് ചെയ്തിതെന്ന് വെച്ചാൽ എനിക്ക് വന്നൊരു അബ്സേർഡ് നമ്പർ അങ്ങോട്ട് 1500 ഒരു നെഗറ്റീവ് നമ്പറായിരുന്നു. ആൾട്ടിറ്റ്യൂഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ ദർ ഈസ് ദാറ്റ്. ഇതും സിമ്പിളായിരുന്നു. ഇതെന്ന് വെച്ചാൽ എൻ്റെ ബി ക്രോസ് ഒക്കെ ചെയ്യുക, എൻ്റെ മോഡൽ വെച്ചെടുക്കുക, ഇൻറ്റു 5 ചെയ്യുക, അങ്ങനെ ഇതെന്ന് വെച്ചാൽ ബേസിക്കലി 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനാണ്. ഇത് എന്തിട്ടാണ് ഇത് കിട്ടി കേട്ടോ. പിന്നെ അത് എഴുതുമ്പോഴേക്കും ടൈം അടിച്ച്. ബേസിക്കലി ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ടൈമില്ലെന്ന്. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കുമാണ് അരമണിക്കൂർ ബാക്കിയുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് റഷ് ചെയ്ത് ഇവിടെ തുടങ്ങി 29, 30, 31, പിന്നെ 21, 22, 23, 24, 25 ഇതെല്ലാം അരമണിക്കൂറിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് എനിക്ക് MCQ മര്യാദക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ വെറുതെ കറക്കി കുത്തി ബേസിക്കലി അറിയാൻ പാടാത്ത എല്ലാവരും ബാക്കിയെല്ലാം കറക്കി കുത്തിയൊക്കെയായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ ബേസിക്കലി സംഭവിച്ചാൽ എനിക്ക് എല്ലാ കാൽക്കുലേഷൻ വെരിഫൈ ആയിരുന്നു. മറ്റേ 5 മാർക്സും 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒക്കെ 4 മാർക്ക് കേസ് സ്റ്റഡി. അതിന് ബേസിക്കലി 5 മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ആൻസർ നേരത്തെ കഴിഞ്ഞ ഷോർട്ട് ഫിലിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് -5/13 ഇത് 3 പ്രാവശ്യം എനിക്ക് ആദ്യം സെയിം ആൻസർ കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അതെൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരു ഫ്രാക്ഷണൽ ഫോമിൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് കാൽക്കുലേറ്ററില്ലെന്ന് അറിയാമല്ല. ലൈക്ക് തിങ്ക് അബൌട്ട് ദ സ്റ്റുഡൻസ് ഹു ആർ നോട്ട് ഗുഡ് അറ്റ് കാൽക്കുലേഷൻ ബട്ട് ഓൺലി ഓൺ തിയറി. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പപ്പ എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തു. എനിക്കൊന്നും കിടന്നുറങ്ങാനും നേരം കിട്ടിയ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ. എന്തായാലും കുഴപ്പമില്ല, കീമിന് കാൽക്കുലേറ്റർ ഉണ്ടാവില്ലല്ലോ. ഇല്ലെന്നൊക്കെ ഗൂഗിൾ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ കീമി പോയിട്ട് ഞാൻ തീട്ടത്തിക്കുമല്ല. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ നേരത്തെ അവർ പുതിയ ചേഞ്ചസ് കാൽക്കുലേറ്റർ അല്ല അവിടെ ആണെന്നൊക്കെ പറഞ്ഞവരാണെങ്കിൽ ഓടിക്കും ഞാൻ. CBSE എടുത്തതിനൊരു ഗുണം ഉണ്ടാവില്ല. പിന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചത്, മറ്റേ മോഡ് വെച്ചിട്ടുള്ളതിന് ബാക്കി എല്ലാത്തിനും എൻ്റെ ഫസ്റ്റ് ടൈം കാൽക്കുലേഷൻ ശരിയായിരുന്നു. കാരണം ഞാൻ പെൻസിലുണ്ടൊക്കെ ചെയ്തത്. അതിന് ഇനി മാർക്ക് ഓർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ. കാരണം ഫൈനൽ ആൻസർ ഞാൻ പേനയും കൊണ്ട് എഴുതി, സ്റ്റെപ്പ് ഒരു സൈഡിൽ മാറ്റി എഴുതി വെച്ചാണ്. സാധാരണ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വെറുതെ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്കറിയാൻ പാടില്ലാത്തത് കിട്ടുമോ ഇല്ലെന്ന്. ബൈ.